ഇന്നൊരു പൂന്നൂൽ കല്യാണം കൂടാൻ പോയതാണ്. എല്ലാവരും കൂടി ഓട്ടോയ്ക്കാണ് കേട്ടോ പോയത്. എറണാകുളം ഗംഗോത്രിയിൽ വെച്ചായിരുന്നു കേട്ടോ ചടങ്ങ്. ഇവിടെ എത്തിയതും ബജ്ജിയും ഫ്രഷ് ജ്യൂസും എല്ലാം ഉണ്ടായിരുന്നേ. അതൊക്കെ ഓരോന്നും കഴിച്ചും കുടിച്ചും എല്ലാവരും ചടങ്ങ് നടക്കുന്ന ഹാളിൽ പോയി. ഇതാണ് കേട്ടോ ഉപനയനം അഥവാ പൂന്നൂൽ കല്യാണം. ഷോഡശ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട സംസ്കാരമാണ് ഉപനയനം. നമുക്ക് ആധ്യാത്മികമായും ധാർമ്മികമായുമുള്ള വിഷയത്തിൽ മുമ്പോട്ട് പോകണമെങ്കിൽ ഉപനയനം ചെയ്യണം. അപ്പോൾ വേദവും വേദാംഗങ്ങളും ജ്യോതിഷങ്ങളും ഇതെല്ലാം പഠിക്കാനുള്ള യോഗ്യത നമ്മുടെ ഉപനയനത്തിൽ നിന്നാണ് കിട്ടുന്നത്. അതേപോലെ യജ്ഞം, ദൈവിക പൂജ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഉപനയനം ചെയ്താൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ പണ്ട് കാലത്തെ ഗുരുകുല വിദ്യാഭ്യാസം പഠിക്കണമെങ്കിലും നമ്മൾ ഉപനയനം ചെയ്യാറുണ്ടായിരുന്നു. ഈ ഉപനയനം എന്ന വാക്കിൻ്റെ അർത്ഥം ഗുരു നയിക്കുന്ന മാർഗത്തിൽ എന്നാണ് കേട്ടോ. ഈ കാലഘട്ടത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം ഒന്നുമില്ലെങ്കിലും ഈ ഉപനയനം എന്ന ചടങ്ങ് നടന്ന് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് പോയത് നമ്മുടെ കൊങ്കണി സ്റ്റൈൽ സദ്യയിലാണ്. നല്ല ഫീലിങ്ങും നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ ഈ കൊങ്കണി സദ്യയിൽ. അപ്പോൾ നേരത്തെ കണ്ട ബജ്ജിയും ഫ്രഷ് ജ്യൂസും എല്ലാം ചെയ്തത് നമ്മുടെ തന്നെ ഫാമിലി കാറ്ററിംഗ് ആണേ. പിന്നെ ഇതേപോലെ ഇങ്ങനെ റിട്ടേൺ ഗിഫ്റ്റ് കിട്ടും കേട്ടോ. എല്ലാവർക്കും, കുട്ടികളടക്കം എല്ലാവർക്കും കിട്ടും കേട്ടോ. ഇതിൽ സ്വീറ്റ്സ് ആണ്. അപ്പോൾ ഓക്കെ, ശരി, ബൈ.